ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. DFM യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ അനിൽ മണപ്പുറം. കർത്താവിൻ്റെ തിരുവചനം വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 21:6 വചനമുണ്ട്. വള്ളത്തിൻ്റെ വലത്ത് വശത്ത് വലയിടുക, അപ്പോൾ നിങ്ങൾക്ക് കിട്ടും. വള്ളത്തിൻ്റെ വലത്ത് വശത്ത് വലയിടുക, അപ്പോൾ നിങ്ങൾക്ക് കിട്ടും എന്ന് വെച്ചാൽ യേശു പറഞ്ഞതനുസരിച്ച് വല ഇറക്കിയപ്പോൾ അവർക്ക് മീൻ നിറയെ കിട്ടി. ഒറ്റവാക്കി പറഞ്ഞു. കർത്താവിൻ്റെ പ്രിയപ്പെട്ടവരെ, ഈശോയെ അനുഭവിച്ചറിഞ്ഞ നിമിഷം മുതൽ യേശു പറഞ്ഞതനുസരിച്ച് ഞാൻ ജീവിക്കാൻ തുടങ്ങിയപ്പോൾ എൻ്റെ ജീവിതത്തിൽ ഞാൻ പ്രതീക്ഷിക്കാത്ത അത്ഭുതങ്ങളും അടയാളങ്ങളും കാണാൻ തുടങ്ങി. വള്ളത്തിൻ്റെ വലത്ത് വശത്ത്, ഇടതുവശത്തല്ല, അപ്പോൾ വലത് വശത്ത് തന്നെ ഇടണം. അതാണ് അനുസരണം. അപ്പം എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ ഓരോ കാര്യങ്ങളും ഞാൻ ഈശോയെ കൂട്ടുപിടിച്ച് മുന്നോട്ട് പോയി. അങ്ങനെ എൻ്റെ ജീവിതത്തിൽ യേശുവിനെ അനുഭവിച്ചറിഞ്ഞപ്പോൾ എല്ലാ കാര്യത്തിലും ഞാൻ യേശുവിനെ കൂട്ടുപിടിക്കാൻ തുടങ്ങി. ഈ സമയത്താണ് എൻ്റെ വിവാഹം വരുന്നത്. 1997 ഈ സമയത്ത് യേശുവിനെ അറിഞ്ഞ കാലമാണ്. ഈശോയെ പറ്റി ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നു. ഒത്തിരി പേരെ ഡിവൈനിൽ കൊണ്ടുപോകുന്ന കാലത്ത് ഞാൻ വിവാഹത്തിന് വേണ്ടി ഒരുങ്ങുന്ന സമയമാണ്. എന്നാൽ ഈ സമയത്ത് എൻ്റെ ബന്ധുക്കളൊക്കെ ഞാൻ ഈ വിശ്വാസത്തിൻ്റെ പേരിൽ അവരെല്ലാം എന്നിൽ നിന്ന് ഇടറിപ്പോയി. കാരണം യേശുവിൻ്റെയും മാതാവിൻ്റെയും ഫോട്ടോ എൻ്റെ വീട്ടിൽ വെച്ചു എന്നതാണ് കാരണം. ഇടറിപ്പോയി എന്ന് പറഞ്ഞപ്പോൾ പിന്നെ അവസാനം ഞാൻ തനിച്ചായി. വിവാഹത്തിന് എനിക്ക് ഒരാളെ സമീപിക്കാൻ പറ്റുന്നില്ല. ഒരു കാര്യങ്ങളും ആരും എന്നോട് ചോദിക്കുന്നില്ല. ഞാൻ ഒറ്റപ്പെട്ടതുപോലെയായി. യേശുവിനെ പ്രതി ഞാൻ ഒറ്റയ്ക്കായി. എന്നാൽ എനിക്ക് എല്ലാവരും ഉണ്ട്, എന്നാൽ ചുരുക്കി പറഞ്ഞാൽ ആരും ഇല്ലാത്ത അവസ്ഥ. കയ്യിലാണെങ്കിൽ 5 പൈസ ഞാൻ ഒരുക്കിയിട്ടില്ല. പെണ്ണിന് വേണ്ടുന്ന ഡ്രസ്സ് എടുക്കാം, ബാക്കി എൻ്റെ ബന്ധുക്കളും കുടുംബങ്ങളും ഉണ്ടല്ലോ, എല്ലാവരും റെഡിയാക്കി തരും എന്നുള്ള ചിന്തയായിരുന്നു അന്ന്. എന്നാൽ യേശുവിനെ പ്രതി എല്ലാവരും എന്നെ ഇടറിപ്പോയപ്പോൾ ഞാൻ തനിച്ചായി. ഇവിടെയാണ് പ്രിയമുള്ളവരെ കർത്താവിനെ ഞാൻ മുറുകെ പിടിച്ചത്. കർത്താവിനോട് ചേർന്ന് നിന്നു. കർത്താവ് പറയുന്നത് പോലെ ഞാൻ എൻ്റെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോയപ്പോൾ അവിടെ കർത്താവിനെ എനിക്ക് കണ്ടുമുട്ടാൻ പറ്റി. ഞാൻ ഇങ്ങനെ ഒരു വിളി വിളിച്ചു. എനിക്ക് അപ്പനില്ല, എൻ്റെ കുട്ടിക്കാലത്ത് എൻ്റെ അപ്പം മരിച്ചത്. എന്നാൽ ഞാൻ കർത്താവിനോട് ഇങ്ങനെ പറഞ്ഞു, കർത്താവ് എൻ്റെ അപ്പൻ്റെ സ്ഥാനത്ത് നിന്ന് അവിടുന്ന് ഈ കല്യാണം നടത്തിത്തരും. ഒരു മകനോടെന്ന പോലെ അങ്ങ് എനിക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്തു. ഇങ്ങനൊരു തുറന്ന വാക്കിലൂടെ ഞാൻ സംസാരിച്ചു. പ്രിയമുള്ളവരെ, അവിടെ മുതൽ എൻ്റെ ജീവിതത്തിൽ ഞാൻ കാണാത്ത വ്യക്തികൾ വരാൻ തുടങ്ങി. ഞാൻ കാണാത്ത അത്ഭുതങ്ങൾ നടക്കാൻ തുടങ്ങി. എൻ്റെ പോക്കറ്റിൻ്റെ കാര്യം കർത്താവ് ഏറ്റെടുത്തു. പൈസ ഒരുങ്ങാത്ത എൻ്റെ ജീവിതത്തിൽ എൻ്റെ കാര്യം കർത്താവ് ഏറ്റെടുത്തു. അത് കണ്ണിൽ ഞാൻ കാണുകയാണ്, ഞാൻ രുചിച്ചറിയാണ്. ഒരു രാജാവിൻ്റെ മകനെ പോലെ ഞാൻ ഇങ്ങനെ ജീവിക്കുകയാണ്. എനിക്ക് ആരും ഒരു സഹായം എൻ്റെ മുമ്പിലേക്ക് വരുന്നില്ല. പക്ഷെ എന്നെ തേടി ഇങ്ങോട്ട് വരുന്ന ചരിത്രം ഞാൻ കണ്ടു. വിവാഹത്തിൻ്റെ ആ സുദിനം ഏറ്റവും മനോഹരമായിട്ട് കർത്താവ് നടത്തി. ഒന്നിനും കുറവില്ലാത്ത രീതിയിൽ എല്ലാം മനോഹരമായി. അപ്പോഴും എൻ്റെ മനസ്സിൽ ഈ കടഭാരമാണ് എൻ്റെ മുമ്പിൽ. കർത്താവെ, ഞാൻ വാങ്ങിച്ചു കൂട്ടിയ കടം, പലർക്ക് പച്ചക്കറി, പന്തൽ, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ എല്ലാം വായ്പ വാങ്ങി ആണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നാൽ വിവാഹം കഴിച്ച് എനിക്ക് കിട്ടിയ കവറുകൾ, സാധാരണഗതിയിൽ അങ്ങനെ ഒരു ചടങ്ങുണ്ടല്ലോ, നമുക്ക് ചില സ്നേഹ കൂട്ടുകാരൊക്കെ തിരച്ച്, ഈ കവറുകളാണ് എൻ്റെ മുമ്പിലെ പിന്നത്തെ സ്വപ്നം. മാക്സിമം പോയി കഴിഞ്ഞാൽ ഒരു 5000-6000 രൂപ ഉണ്ടാകും എന്നാണ് എൻ്റെ മനസ്സിലെ കണക്കൂട്ട്. എനിക്ക് വന്ന ചെലവ് ഭീമമായ ചെലവാണ് താൻ. എന്നാൽ കർത്താവിൻ്റെ പ്രിയപ്പെട്ടവരെ, കർത്താവ് പറഞ്ഞതനുസരിച്ച് കർത്താവിൻ്റെ കൂടെ ഞാൻ ഈ വിവാഹ സുദിനത്തിലേക്ക് ഇറങ്ങി തിരിച്ചപ്പോൾ എൻ്റെ വിവാഹം കഴിച്ച് എൻ്റെ കടങ്ങളെല്ലാം ഒരു പൈസ പോലും മിച്ചം വയ്ക്കാതെ മുഴുവൻ കടങ്ങളും വീട്ടി 10000 രൂപ എനിക്ക് മിച്ചം. ഒരു വ്യക്തിക്കും ഇനി ഞാൻ കടം കൊടുക്കാനില്ല, ഇനി ഒന്നും മാർഗം കൊടുക്കാനില്ല. 10000 മിച്ചം കർത്താവ് എനിക്ക് തരിക. ഇനി എനിക്ക് കടങ്ങളില്ല. വിവാഹത്തിൻ്റെ പേരിൽ 5 പൈസ കടമില്ല. ആരും എന്നെ താങ്ങാൻ വന്നില്ല. പക്ഷെ കർത്താവ് അയച്ച ഒത്തിരി പേരെന്നെ താങ്ങി. അവസാനം ഈ വിവാഹത്തിൻ്റെ എല്ലാ ചടങ്ങുകളും കഴിഞ്ഞ് ഞാൻ ഈശോയുടെ സ്നേഹത്തെ പ്രതി ഒരു വചനം ഞാൻ തുറന്നു. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിൽ 6-ാം അധ്യായത്തിൽ 5 അപ്പവും 2 മീനും കൊണ്ട് 5000 കർത്താവ് തീറ്റി തൃപ്തരായി. മിച്ചം 12 കൊട്ട നിറയെ ബാക്കി. കർത്താവ് എനിക്ക് 10000 രൂപ ബാക്കിയാക്കി. ഈ വചനവും ഈ 10000 എനിക്ക് ഒരുപോലെ തോന്നി. ആ കർത്താവ് ഇന്നും ജീവിക്കുന്നു. ആ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ഇതുപോലെ അത്ഭുതം ചെയ്യാൻ കർത്താവ് കാത്തിരിക്കുന്നു. അതുകൊണ്ട് കർത്താവ് പറഞ്ഞതുപോലെ ജീവിക്കുക. വലതുവശത്ത് വലയിടാൻ പറഞ്ഞ വലതുവശത്ത് വലയിടുക. ഇതാണ് ശിഷ്യന്മാർ ചെയ്തത്. അപ്പോൾ വല നിറഞ്ഞു എന്ന പോലെ നമ്മുടെ വലകളും നമ്മുടെ ജീവിതവും കർത്താവ് നിറയ്ക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.
പ്രൈസ് കർത്താവ്.